പ്രചാരണത്തിന്റെ തുടക്കത്തിൽ തുടങ്ങിയ വടകരയിലെ പോര് വോട്ടെടുപ്പിന് ശേഷവും തുടരുകയാണ്. തനിക്കെതിരെ വടകരയിൽ വർഗീയ ആരോപണം ഉയർത്താൻ CPM ശ്രമിച്ചെന്ന പരാതിയുമായി UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ രംഗത്തെത്തിയപ്പോൾ വടകരയിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ പുറത്തുനിന്നും പ്രത്യേക സംഘത്തെ സ്ഥാനാർത്ഥി ഇറക്കിയതായി ആരോപിച്ച് CPM തിരിച്ചടിച്ചു. വടകരയിൽ വോട്ടിംഗ് നീണ്ടതിൽ വരണാധികാരിക്ക് പരാതി നൽകിയിരിക്കുകയാണ് ഷാഫി പറമ്പിൽ. വോട്ടെടുപ്പ് പൂർത്തിയായെങ്കിലും വടകരയിലെ രാഷ്ട്രീയ പോരിന് അവസാനമില്ല. ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസും CPM വീണ്ടും മുന്നോട്ട് വന്നു. തനിക്കെതിരെ മണ്ഡലത്തിൽ വർഗീയാരോപണം CPM ഉയർത്തിയതായി ആരോപിച്ച UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ തനിക്ക് മതത്തിന്റെ പ്ലസ് വേണ്ടെന്നും കാഫിറിന് വോട്ട് ചെയ്യരുത് എന്ന പേരിൽ വന്ന പോസ്റ്റ് വ്യാജമാണെന്നും പറഞ്ഞു. ഈ ധ്രുവീകരണത്തിന് ശ്രമിക്കരുതെന്നും ആ ധ്രുവീകരണം നടന്നിട്ടില്ല, അത് വടകരയിലെ ജനങ്ങൾ അതിന് നിന്നുകൊടുക്കുന്നവരല്ല എന്നുള്ളതും കൃത്യമായി ഞാൻ മാധ്യമങ്ങളുടെ മുമ്പാകെ പരസ്യമായി പറഞ്ഞിട്ടും പിന്നെയും കാഫിർ എന്ന് വിളിച്ചു. അതിൽ ഞാൻ മൗനം പാലിച്ചു. അത് വളരെ സൗമ്യനായി അഭിനയിച്ചു, നിഷ്കളങ്കനായി അഭിനയിച്ചു എന്നൊക്കെ ഒരു ബൈറ്റ് കൊടുക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഒന്നല്ലെങ്കിൽ ഇത് വളരെ ബോധപൂർവം പറഞ്ഞുകൊണ്ടേയിരിക്കാൻ പാർട്ടി തീരുമാനിച്ച് നടപ്പിലാക്കുന്ന ഒരു കാര്യം. എന്നാൽ ഷാഫി പറമ്പലിന്റെ വാദത്തെ പൂർണ്ണമായും തള്ളുകയാണ് CPM നേതൃത്വം. വടകരയിൽ സ്ഥാനാർത്ഥിയോടൊപ്പം എത്തിയ സംഘമാണ് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിച്ചതെന്നും കാഫിർ പരാമർശം വ്യാജമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നതുകൊണ്ട് തന്നെ പോലീസ് അന്വേഷണം നടക്കട്ടെയെന്നും CPM ജില്ലാ സെക്രട്ടറി P. മോഹനൻ പറഞ്ഞു. വർഗീയമായ പ്രചാരവേല ഉണ്ടായത് അതിപ്പോൾ വ്യാജമായി നിർമ്മിച്ചതാണെന്നൊക്കെ പറയുന്നുണ്ട്. അത് ആര് അങ്ങനെയാണെങ്കിൽ അത് തെളിയിക്കപ്പെടട്ടെ. അതിൻ്റെ അതോറിറ്റി ഉണ്ടല്ലോ, ഏതോ ഒരു MSFകാരനോ അതിലവിടെയും കൂടിയിട്ടുണ്ട് കുറച്ചാൾ ഈ സംഘത്തോടൊപ്പം തെറ്റായ നിലയിൽ സഹകരിക്കുന്നതിന് വിരലുണ്ടാകുന്ന ചിലരെ അവർക്ക് ലഭ്യമായിട്ടുണ്ടാകും. അവരെയും കൂടി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒരു പ്രചാരവേല നടത്തുകയാണ് ചെയ്തത്. രാഷ്ട്രീയമായി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് പകരം മത്സരം വ്യക്തിപരമായി മാറ്റിയതാണ് വടകരയിലെ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് പറഞ്ഞ CPM നേതൃത്വം അത് UDFന് തിരിച്ചടിയാകുമെന്നും വ്യക്തമാക്കി. എന്തായാലും കൊണ്ടും കൊടുത്തും വടകരയിലെ പോര് അവസാനിക്കാതെ തുടരുമ്പോൾ വിവാദങ്ങൾ ഫലപ്രഖ്യാപനം വരെ തുടർന്നേക്കും. അമൃത ന്യൂസ്, കോഴിക്കോട്.